വിദേശത്ത് കുടിയേറുന്നതും അവിടെ ജീവിതം സെറ്റിലാകുന്നതും ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാം നിരവധി വിദ്യാർത്ഥികളാണ് വിദേശങ്ങളിൽ ജോലിക്കും പഠിക്കാനുമായി മറ്റും പോകുന്നത്. സ്വന്തം രാജ്യത്തു നിന്നും വിദേശ രാജ്യത്തേക്ക് പോകുവാനാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഭൂരിഭാഗം പേർക്കും ഇഷ്ടം. അതിലൂടെ മെച്ചപ്പെട്ട ജീവിതം, ജോലി എന്നിവയെല്ലാം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതും. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും ഞെട്ടിക്കുന്നതാണ്. സ്റ്റുഡൻസ് വിസയിൽ കാനഡയിലെത്തിയ 20,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ നോ ഷോ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് ഈ റിപ്പോർട്ട് പ്രധാനമായും പുറത്തുവിട്ടത്. 2024 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 50,000-ഓളം അന്തർദേശീയ വിദ്യാർത്ഥികൾ കാനഡയിൽ എത്തിയിരുന്നു. പക്ഷേ ഇവർ കോളേജുകളിൽ ഹാജരായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ്യത്തെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 6.9% പേരും പഠനം ഉപേക്ഷിച്ചതായാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം ഉൾപ്പെടുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. 5.4% ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കൃത്യമായ ക്ലാസ്സിൽ എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർഷത്തിൽ 2 തവണ എൻറോൾമെന്റിനെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കംപ്ലയൻസ് റെജിമിന് കീഴിലാണ് വിദ്യാർത്ഥികളുടെ കണക്കുകൾ കൂടുതലും ശേഖരിച്ചത്. 144 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ട്രാക്ക് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. ഫിലിപ്പീൻസിൽ നിന്നുള്ള 688 വിദ്യാർത്ഥികളും ചൈനയിൽ നിന്നുള്ള 4,279 വിദ്യാർത്ഥികളും ക്ലാസ്സിൽ എത്തുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ക്ലാസ്സിൽ എത്താത്ത വിദ്യാർത്ഥികൾ വിസ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കുകയാണെന്നാണ് ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഭിഭാഷകൻ സുമിത് സെൻ വെളിപ്പെടുത്തുന്നത്. നാട്ടിലേക്ക് തിരികെ അയക്കുന്നതടക്കമുള്ള നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാനഡ US അതിർത്തിയിലുള്ള അനധികൃത കുടിയേറ്റം സുഗമമാക്കുന്നു എന്നാരോപിച്ച് കനേഡിയൻ കോളേജുകളും ഇന്ത്യയിലെ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിന് പകരം ഈ വിദ്യാർത്ഥികൾ അനധികൃതമായി അമേരിക്കയിലേക്ക് കടന്നതായാണ് നിലനിൽക്കുന്ന പ്രധാന ആരോപണം. എന്നാൽ നോ ഷോ വിഭാഗത്തിൽപ്പെടുത്തിയ മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും കാനഡയിൽ തന്നെ തുടരുകയാണ്. അവിടെ ജോലി ചെയ്യുകയും അവിടെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. സ്റ്റുഡൻസ് വിസ ദുരുപയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ നവംബറിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള നിയമങ്ങൾ കർശനമാക്കുന്ന നടപടി കൈക്കൊണ്ടിരുന്നു. കംപ്ലയിൻസ് റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്ത കോളേജുകളും സർവകലാശാലകളും 1 വർഷത്തേക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ നിന്ന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നേക്കുമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്.